തന്നെ നമ്മളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കറൻറ്റ്. അതുപോലെ തന്നെ എനിക്ക് മുമ്പേ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. സോ ഞാൻ ഇതിൽ കാണിക്കുന്നതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഉണ്ട്. മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ആണ്. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രൗൺ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാം. സോ ഫസ്റ്റ് എന്താ ഈ ഒരു സ്വിസ് ബ്യൂട്ടി. ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഷെയ്ഡ് ചോക്കോബാർ 23 ചോക്കോബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ്. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ന്യൂഡായിട്ടുള്ള രീതിയിൽ, അതായത് ന്യൂഡ് ലിപ്സ്റ്റിക് കളർ, ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ക്രയോൺ ടൈപ്പാണ് വരുന്നത്. ഓൾസോ ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. സോ ഞാനിത് ലിപ്സിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ക്രയോൺ ആയതുകൊണ്ട് തന്നെ എന്താ ഒരുപാട് നേരമൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നില്ല. അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചല്ല, അത്യാവശ്യം പോകും. പക്ഷേ ഇത് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. മാത്രമല്ല നമുക്ക് ഡെയിലി ബേസിസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കൈൻഡ് ഓഫ് കളറാണിത്. സോ ഞാൻ എൻ്റെ ലിപ്സിൽ ട്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, പെർഫെക്റ്റ് ന്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതാണ് നമ്മളെ ഷെയ്ഡ്. ആൻഡ് ഇത് ചുണ്ടിലിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കുന്നത് നിങ്ങൾ ഭയങ്കര അടിപൊളി ഷെയ്ഡാണിത്. കുറച്ചും കൂടി നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. സോ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ന്യൂഡായിട്ട് യൂസ് ചെയ്തതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് പോലെ യൂസ് ചെയ്യാം. സോ ഇത് നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് മാത്രം മതി. സോ അതാണ്. സോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചോക്കോബാർ 23. ഇത് അത്യാവശ്യം ഭയങ്കര ട്രെൻഡിങ്ങിലുള്ളതായിരുന്നു. ഓൾസോ ഇത് എന്താ പറയുക, ഇത് അറിയാത്ത ഷെയ്ഡൊന്നും അല്ല, എല്ലാവർക്കും ഭയങ്കര അറിയുന്ന ഷെയ്ഡാണ്, കോമൺ ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ എനിക്കിത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം തോന്നി. കാരണം അടിപൊളിയാണ്. നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു നൈസ് ഷെയ്ഡാണിത്, ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ. സോ അതാണ് നമ്മൾ ഫസ്റ്റ് വൺ. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മാസിൻ്റെ ഗേൾ പവറാണ്. എഗെയിൻ ഇത് എല്ലാവർക്കും ഭയങ്കര അറിയാവുന്നൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഞാൻ ഭയങ്കര ക്രയോൺ ലിപ്സ്റ്റിക്സിൻ്റെ ഒരു ഫാനൊന്നുമല്ല. പക്ഷേ ഇനി ഈ രണ്ട് ഷെയ്ഡ്സും ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാനിത് ഇതിൻ്റെ കയ്യിലിപ്പം തുടങ്ങിയിട്ട് ലൈക്ക് 2 ഇയേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു 2 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിട്ട്. കഴിയുമ്പോൾ ഞാനത് വാങ്ങാറുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ലിപ്സ്റ്റിക്സാണ് ഞാൻ. സോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് നിങ്ങൾ റിവ്യൂ കണ്ടിട്ടുള്ള ഷെയ്ഡാണ് എങ്കിലും പോലും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു. ഈ ഒരു ഷെയ്ഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ബേൺഡ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു കൂടുതലൊരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ്. സോ ഇതാണ് നമ്മൾ സെക്കൻഡ് നമ്മളിടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് ചേർന്ന് വന്നൊരു സ്കിൻ ടോണിന്, എല്ലാ സ്കിൻ ടോണിനും പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ബ്രൈറ്റനപ്പ് ആക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് നിങ്ങൾ ഫേസ് ഭയങ്കര ഡള്ളായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡൾനെസ്സൊക്കെ മാറും, നല്ലൊരു ബ്രൈറ്റൻ ആവാറുണ്ട്. സോ ഇതെൻ്റെ വേറൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഗേൾ പവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെയ്ഡാണ്. സോ ഇതാണ് എൻ്റെ. അപ്പം നമുക്ക് ഇതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്താ പറയുക ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് മാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഭയങ്കര എല്ലാം അഫോർഡബിളിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സോ നമുക്കിത് വേഗം നമ്മളെ ലിപ്സിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം.
ഗൈസ് ഇത് ഞാൻ തിന്ന് തീർത്തിട്ടുണ്ട് കണ്ടോ, അതിലൊന്നും ഇല്ല ഇപ്പം ബാക്കി. ഇത് കണ്ടോ, ഞാനിത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി ഒന്നുമില്ല, കുറച്ചുള്ളൂ. അത് ഞാൻ എന്താ അങ്ങനെ തടച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലൊരു സ്കിൻ, നല്ലൊരു കളറാണിത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക്. സോ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് അഗൈൻ എൻ്റെ ഫേവറേറ്റ് ആണ്. ഓഫ് കോഴ്സ് ഞാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. സോ ഇത് വന്നിട്ട് നമ്മൾ ഇതാട്ടോ ലിപ്സ്റ്റിക്ക്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കാണിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ബോംഷെല്ലാണ്. ഇതിൻ്റെ അടിപൊളി എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് തന്നെയാണ്. ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഏതാണെന്നും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇതാണ് കളർ വന്നിട്ട്. ആൻഡ് ഇത് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം എന്നല്ല. ഇപ്പം നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഹാഫ് ഡേ അല്ല, എനിക്കൊന്ന് ഒരു ദിവസത്തെ മുക്കാൽ ഭാഗവും നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഇപ്പം എൻ്റെ ലിപ്സ് നോക്കണ്ട, കുറച്ച് ഡ്രൈ ആയ പോലെ ഉണ്ട്. കാരണം ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ തുടച്ച് ഇടുന്നതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കും. സോ അതാണ്. അപ്പം നമുക്ക് വേഗം ഈ ഒരു ലിപ്സ്റ്റിക്കും കൊണ്ട് നെക്സ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതാദ്യം തന്നെ കയ്യിൽ ഞാനൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതാണ് നമ്മളിപ്പോഴത്തെ ഷെയ്ഡ്. ഈ ഒരു പിങ്ക് ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഇതിങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കിയിട്ട് നോക്കാം. സോ ഇതാണ് നമ്മളെ ഷെയ്ഡ്. ഇത് കുറച്ചുകൂടി പിങ്ക് സൈഡിലേക്ക് പോകുന്ന ഷെയ്ഡ് കേട്ടോ. ഈ ഷെയ്ഡ് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സായിട്ട് അത്ര മാച്ച് ചെയ്ത് പോകുന്നൊരു ഷെയ്ഡല്ല കേട്ടോ. സോ ഇതാണ് നമ്മൾ ലിപ്സ്റ്റിക്. ഇതിൻ്റെ പേര് ന്യൂഡ് ബോംഷെൽ. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്കൊന്ന് ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ഇടുമ്പോൾ ഇത് വേറെ കുറച്ച് ഷെയ്ഡ് മാറിയിട്ടുണ്ട്. പക്ഷേ സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഷെയ്ഡ്. ഇതൊരു എവറിഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു ഷെയ്ഡാണ്. സോ ഇതാണ് നമ്മൾ തേർഡ് ഷെയ്ഡ്. എല്ലാവർക്കും ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലേക്ക് പോകും. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇത് പാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഭയങ്കര നമുക്കൊരു ഞാൻ ലിപ്സ്റ്റിക്ക് പോക്കിക്കോ കേട്ടോ, അതാണ് ഇങ്ങനെ ചുണ്ട് കിടക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ന്യൂഡാണ്. അതായത് ഒരു പീച്ചി ലെവലിലുള്ള ന്യൂഡാണ്. ബ്രൗണും പിങ്കും അല്ല, പീച്ച് ലെവലാണത്. ഒരു പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇതാ കണ്ടോ, ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കളറ് കാണിച്ചു തരാം. കണ്ടോ, ഒരു പിങ്കും ഓറഞ്ചും ബ്രൗണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഇതിങ്ങനെ ഈ കാന്തം ടൈപ്പ് ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫോർത്ത് ലിപ്സ്റ്റിക്. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് ഏതാണെന്നുള്ളത് നോക്കാം. അടുത്ത ഞാൻ വീഡിയോയുടെ ബിഗിനിങ്ങിൽ ഇട്ട് കാണിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മളെ മെബ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ ഒരു ലിപ് ഗ്ലോസ് ലുക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് ന്യൂഡ് ന്യൂവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ന്യൂഡ് ന്യൂവൻസ് നല്ലൊരു ഷെയ്ഡാണ്. കാഞ്ചന ഭയങ്കര ന്യൂഡാണ്.
എനിക്ക് ഇങ്ങനത്തെ ന്യൂഡ്സ് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ഇട്ടില്ല എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ന്യൂഡ്സ് എനിക്ക് ഇതാണ് ആ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ഐ മേക്കപ്പ് ലുക്കൊക്കെ ഭയങ്കര കുറച്ച് ഓവറാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ ഭയങ്കര ഫേസ് എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് പുട്ട് ടുഗെദറായിട്ട് കിട്ടും. സോ ഇതാണ് നമ്മൾ ഷെയ്ഡ്. ഇത് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഇത് അടിപൊളി ഷെയ്ഡാണ്. കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ലൊരു ഷെയ്ഡ് കേട്ടോ, നല്ലൊരു പിങ്കാണിത്, ഒരു പിങ്ക് ബ്രൗൺ ഷെയ്ഡാണ്. സോ ഇത് നന്നായിട്ട് കണ്ടോ, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ വരുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലെൻഡ് ആവും. സോ നമ്മൾ ബ്ലഷ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ലൊരു നാച്ചുറൽ ലിപ്സ്റ്റിക്കാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കിട്ടും. നമ്മൾ ഉള്ളിൽ നിന്നുള്ളൊരു ബ്ലഷ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതാണ് നമ്മൾ എന്താണ് അടുത്ത ലിപ്സ്റ്റിക്. ആൻഡ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. ഒക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കേട്ടോ, എത്ര നേരം സ്വാച്ച് ചെയ്ത കളേഴ്സാണ്. സോ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഫസ്റ്റ് വൺ ബ്രൗൺ, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നെ ഒരു നമ്മളൊരു പീച്ചി പിങ്ക്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൂൾ ടോണിലുള്ള പിങ്കാണത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ബ്രൗൺ ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യുക, പിങ്ക് ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ടോ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഇതുപോലത്തെ പക്ക ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനത്തത് വാങ്ങാറുണ്ട്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു മെബ്ലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഷെയ്ഡായിരുന്നു. അതായത് ഭയങ്കര ന്യൂഡ് എന്ന് വെച്ചാൽ ഭയങ്കര ന്യൂഡാണ്. പക്ഷേ അത് പിന്നെ എന്താ പറയുക, അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്തോ കാരണം കൊണ്ട് അതല്ലെങ്കിൽ പിന്നെ ഞാൻ അതായിരിക്കും കാണിക്കുക ഫസ്റ്റ്. കാരണം അതും ഇച്ചിരി ഒരു റെഡ് ലിപ്സ്റ്റിക് കൂടെ മേലെ കിട്ടാൻ ഭയങ്കര ഒരു നല്ല ന്യൂഡ് ലിപ്സ്റ്റിക് കിട്ടാനുണ്ട്. അത് എനിക്കൊന്ന് ഞാൻ എൻ്റെ മുമ്പത്തെ ഇത് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത്ര അടിപൊളിയായിരുന്നു ആ ലിപ്സ്റ്റിക്ക്. സോ അതാണത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കും. നമുക്കിനി അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. അടുത്ത ലിപ്സ്റ്റിക്ക് നമ്മൾ നോക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് നൈക്കേണ്ടതാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, കണ്ടില്ലേ? ഭയങ്കര ഒരു അടിപൊളി ഷെയ്ഡാണിത്. ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗ്രാൻഡ് ഫാനാണ്. സോ ഇതാട്ടോ ഷെയ്ഡ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇത്. നമുക്ക് കുറച്ച് വേറെ ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു നല്ല ഷെയ്ഡ് കിട്ടും. സോ ഇതാണ് ഗ്രാൻഡ് ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ആൻഡ് ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിലും ഇത് നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഒരു മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം ഇടാൻ. അതായത് നമ്മൾ ലിപ് ബാമൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പണി തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല ലിപ് ബാം ഇട്ടിട്ട് ഇത് ഇടുകയാണെങ്കിൽ എന്താ പറയുക, നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഡെയിലി ബേസിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് വാഷ് ചെയ്യാനാണെങ്കിലൊക്കെ ഭയങ്കര പാടായിരിക്കും. കാരണം അത്രയും ഡ്രൈ, അത്രയും ഇങ്ങനെ ഇവിടെ കിടക്കും നമ്മൾ ലിപ്സിൽ. സോ നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ വെച്ചൊക്കെ റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിലുള്ളത്. സോ ഇതാണ് ഷെയ്ഡ്. അപ്പോൾ ഞാനിതൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പിങ്കാണ്. ഇതാട്ടോ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഈ ഒരു പിങ്കാണ്. ഫുൾ കളേഴ്സ് ഉണ്ടല്ലോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ പിങ്ക്, ബ്രൗൺ, ആ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കുള്ള ലിപ്സ്റ്റിക്സാണ് ഞാൻ ഫുൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ. സോ ഇതാണ് നമ്മൾ ആ ഒരു ലിപ്സ്റ്റിക്. അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. അഗൈൻ ഇത് നമ്മളെ മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഒരു സമയത്ത് എനിക്ക് മൈഗ്ലാമിൻ്റെ
ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു, കാരണം അതിൻ്റെ ആപ്പ് ഭയങ്കര ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ലിപ്സ്റ്റിക്സ് ആണ് ഇതിലുള്ളത്. എല്ലാം ലോങ് ലാസ്റ്റിംഗ് ആണ്, അതാണ് ഇതിന് ഏറ്റവും വലിയത്. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. സോ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് മൈക്രോ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. മൈക്രോ ചീറ്റിംഗ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഒരു ബ്രൗൺ ആണ്, കുറച്ചൊരു നല്ല ന്യൂഡായിട്ടുള്ള ബ്രൗൺ ആണിത്. സോ ഇതെങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലിപ്സിലുള്ള ആ ഒരു ലിപ്സ്റ്റിക് മാറ്റിയിട്ട്, ഇതാണ് ഷെയ്ഡ് കണ്ടോ, ഇതാണ് ഒരു ഷെയ്ഡ്. കണ്ടോ, ഭയങ്കര ഒരു നല്ലൊരു ഷെയ്ഡല്ലേ, ഭയങ്കര ന്യൂഡാണ്, ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കുറച്ചുകൂടി പീച്ച് അണ്ടർ ടോണിലുള്ള ഷെയ്ഡ് കേട്ടോ. ഭയങ്കര ഒരു പീച്ച് ഓറഞ്ചിഷ് ആ ഒരു ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു കളറാണിത്. ആൻഡ് ഇത് നമുക്ക് കയ്യിൽ സ്വാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഡോട്ട്, ഇതാണ് നമ്മൾ ഷെയ്ഡ്. ഇതും ഫസ്റ്റ് വണ്ണും കുറച്ചും കൂടെ ഒരു ബന്ധം തോന്നുന്നു, പക്ഷെ രണ്ടും രണ്ട് ടൈപ്പ് ഷെയ്ഡാണ്. സോ നെക്സ്റ്റ് നമ്മൾ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മെബ്ലിൻ്റെ ആണ്. മെബ്ലിൻ്റെ വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വരുന്ന കണ്ടോ, ഈ ഒരു വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിലുള്ള ഷെയ്ഡ് വന്നിട്ട് വിറ്റിയാണ്. ഇതെൻ്റെ ഫേവററ്റ് ആണ്, അതായത് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് എന്ന് പറയില്ല. നമുക്കിപ്പോൾ എന്തൊക്കെ ഇതായാലും നമുക്ക് ചില ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടല്ലോ. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മേക്കപ്പ് ലുക്കിൽ, നമ്മളെ കല്യാണത്തിൽ ഹൽദി മേക്കപ്പ് ലുക്ക് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണിൽ എത്ര ഗ്ലിറ്റേഴ്സ് ഇട്ടാലും ഒരു ഹെവി ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് മാത്രം ഒന്ന് ന്യൂഡാക്കിയിട്ട് വെക്കണം. അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ലേ, നമ്മൾ ഐസ് ഭയങ്കര ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് നമുക്ക് ന്യൂഡായി ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലുക്ക്. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ ഈ ഒരു ന്യൂഡ് ഭയങ്കര പൊളിയാണിത്. ഈ ഒരു ഷെയ്ഡ് ഇതാ വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എൻ്റെ ഫേവററ്റ് ആണ്. സോ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല. സോ അതാണ്, അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. കുറച്ചൊരു ഗ്ലോസി പോലെ തോന്നിക്കും, പക്ഷേ എന്താ പറയുക, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇപ്പിട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇത് നിൽക്കും. അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. ഭയങ്കര വർത്താണ്. ഇതിൻ്റെ നല്ലൊരു പിങ്ക് അല്ലേ ഇത്. ഇതിൻ്റെ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ കണ്ടോ, ഇതിൻ്റെ കളറ് കറക്റ്റ് കാണാൻ മനസ്സിലാവും. ഇതാണ് ഷെയ്ഡ്. നമുക്കിനി ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ് നമ്മളിൽ നോക്കാൻ വേണ്ടി. എൻ്റെ ലാസ്റ്റ് ലിപ്സ്റ്റിക്, അത് ഐ മീൻ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ്സിലുള്ള ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. മാത്രമല്ല ഇത് ന്യൂഡോ ബ്രൗണോ പിങ്കോ അങ്ങനത്തെ ഷെയ്ഡൊന്നുമല്ല. ഇത് കുറച്ചൊരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. റെഡിലേക്ക് പോകുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഏതാ ഷെയ്ഡ് എന്നൊക്കെ കാണിച്ചത്. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക് കണ്ടോ. ഇതാണെങ്കിൽ ഷുഗറിൻ്റെ ആണ്. ഷുഗറിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇതിൻ്റെ പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി അഫോർഡബിൾ റേഞ്ച് ഉണ്ട് ഷുഗറിൻ്റെ, അതിൽ വരുന്നതാണ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് മഹോഗണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 05. ആൻഡ് ഇത് കണ്ടോ, ഇത് ഭയങ്കര ഒരു ഡാർക്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പക്ഷേ
അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡ്. സോ ഇതെങ്ങനെ ഉണ്ടെന്നുള്ള ഞാൻ കാണിച്ചിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കണ്ടോ ഷെയ്ഡ് കണ്ടോ, നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്ക് മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണിത്. നമ്മൾ ഈ ബ്ലാക്ക് ഡ്രസ്സിനോടൊക്കെ ഭയങ്കര മാച്ച് ചെയ്ത് പോകും. സോ ഈ ഒരു ഷെയ്ഡിൻ്റെ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ നടു കാണുന്ന ഡാർക്ക് ഷെയ്ഡ് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്ന ലിപ്സ്റ്റിക് ഒന്നുമല്ല, നമ്മൾ ലിപ് ബാമാണ്. അതായത് നമ്മൾ ഇത്രയും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ലിപ്സ് ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്തില്ലെങ്കിൽ ഡ്രൈ ആവും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഇത്. ഒരു കൊല്ലം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു കൊല്ലത്തിൽ കൂടുതൽ ലൈക്ക് 2 ഇയേഴ്സൊക്കെ സുഖമായി യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ലിപ് ബാമാട്ടോ അത്. ലനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഐ മീൻ ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അടിപൊളിയാണ്. ആ സ്മെല്ലാണെങ്കിൽ ബെറീൻ്റെ ആ ഒരു സ്ട്രോബെറി അടിപൊളി ഇതാട്ടോ. സോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയുക, കമൻസിൽ പറയുക. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.